പ്രിയമുള്ളവരെ, ഇന്ന് സമുദ്ര ദിനം പ്രമാണിച്ച് റേഡിയോ നെയ്തലും ആലപ്പി ടൈംസും ഒരുമിച്ച് കടൽ തീര അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി വാടക്കൽ കടൽ തീരത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ എത്തുമ്പോഴുള്ള ഒരു പ്രത്യേകത, ഈ വാടക്കൽ കടൽ തീരത്താണ് വർഷങ്ങൾക്ക് മുൻപ് 23 പേർ ചൂണ്ട ഇട്ട് മീൻ പിടിക്കാൻ പോയി മരിച്ചുപോയ സംഭവം ഉള്ളത്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് സംസാരിക്കുമ്പോൾ ആ വലിയ ദുരന്തത്തെക്കുറിച്ച് ഇന്നും വേദനയോടെ കണ്ണുനീരോടെ അവർ ഓർക്കുകയും ഞങ്ങളോട് പങ്കുവെക്കുകയുമായിരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങളും ഇവരനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളും ദുരന്തങ്ങളും എല്ലാം പങ്കുവയ്ക്കുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യാം. എത്രയോ കാലമായി കടലോരം പഴയതുപോലെ തന്നെ ദുരന്തഭൂമിയായി തന്നെ ഇന്നും തുടരുകയാണ്. ഇതൊക്കെ മാറി കൂടുതൽ സമാധാനവും സ്വസ്ഥതയും വളർച്ചയും ഉയർച്ചയുമുള്ള ഒരു തീരമായി തീരുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം, പ്രാർത്ഥിക്കണം. പാടിക്കൂ. കറുത്ത പെണ്ണേ, നിന്നെ കാണാൻ ഒരു നാളല്ല, ഭാരത്തപ്പെട്ട് ഞാനൊരു വണ്ടാഴ്ച മഞ്ഞല്ലോ, വണ്ടാഴ്ച മഞ്ഞു ഞാനൊരു തുമ്പ്യായി പറന്നല്ലോ, തുമ്പ്യായി പറന്നു ഞാനൊരു ആറ്റീറമ്പേ പോയപ്പോൾ. വെരി ഗുഡ്. ഇത് ഇങ്ങനത്തെ പാട്ടുകളുണ്ടായിരുന്നു, കഥകളാണ്. കഥ പറഞ്ഞ് പാടി ആണ് മീൻ പിടിക്കാൻ പോവുകയും വരികയും ചെയ്യും. അച്ഛനൊക്കെ അച്ഛൻ 2 മണിക്കുള്ള പാട്ടുകളും നമുക്കറിയാം. അതൊക്കെ നമ്മൾ ഊഹിച്ചെടുക്കണ്ടേ, ഓർത്തെടുക്കണം, നമ്മൾ ഓർത്തെടുക്കണ്ടേ. അത് കൂടാതെ ഞാനൊരു വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളന്ന് പണ്ട് കാലത്ത് ഈ മീൻ പിടിക്കാനൊക്കെ ഇങ്ങനെ ഓരോ കരയിൽ നിന്നൊക്കെ പോയി ഇവിടെ എവിടെയെങ്കിലും ഒക്കെ പണ്ട് കരക്കാർ തമ്മിലോ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളോ വഴക്കൊക്കെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു കുറച്ചു കാലം നമ്മൾ ഈ ബോട്ടുകാരുമായിട്ടൊരു യുദ്ധമൊക്കെ ഉണ്ടായിരുന്നു, വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പോളച്ചന്റെയും ബോഡിയച്ചന്റെയും ഭരണകാലത്ത് അന്ന് അന്നത്തെ സാഹചര്യമാരല്ല ഇന്നത്തെ. അതല്ല ഇങ്ങനെ ഈ കരക്കാര് തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെ ആദ്യം ഇല്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നില്ലേ ബോഡിയച്ചന് നമ്മള് കൊളച്ചക്കാര്. ശരിയാ, അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഈ നമ്മുടെ കുട്ടികളൊക്കെ ആ കാലഘട്ടങ്ങളിൽ പഠിക്കാനൊക്കെ പോകുമായിരുന്നില്ലേ? പഠിക്കാനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ അന്ന് മുതലേ പഠിച്ച് കുട്ടികളൊക്കെ വളർന്ന് വേറെ മേഖലയിലേക്കൊക്കെ വളർന്നെത്തിയിട്ടില്ലേ? ഇപ്പം കുറച്ച് കുട്ടികളൊക്കെ, ഒരു 110% കുട്ടികളൊക്കെ ജയിച്ച് കയറിയിട്ടൊക്കെ ഉണ്ട്, പഠിച്ച് വളർന്നിട്ടൊക്കെ ഉണ്ട്. കൂരി എങ്ങനെ വള്ളം മറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂരിയെല്ലാം വള്ളത്തിന്റെ കള്ളിൽ നിന്ന് പമ്പിപ്പോയി പൊങ്ങിക്കിടക്കി. പക്ഷെ ആളേക്ക് വള്ളം നികത്താനോ പിടിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. എന്നാ പേരെന്ന് പറഞ്ഞേ? എന്റെ പേര് പത്രോസ്. ആ കാലത്തുണ്ടായിരുന്നു ഈ ഞാൻ വളരെയേറെ കൊച്ചായിരുന്നു അന്ന്. അപ്പൊ ഇവരുടെ കൂടെ ഈ കൂരി പെറുക്കാനൊക്കെ പോകും. അച്ഛനൊക്കെ പോയ അവസ്ഥ, അച്ഛൻ മരിച്ചുപോയി. അപ്പൊ ആ സമയത്ത് ഈ കൂരി പെറുക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പൊ കൂരി പെറുക്കി അപ്പൊ ഇവര് വള്ളക്കാരും ഒന്നൊന്നുമില്ല, കാറ്റ് ഒരുപാട് പേമാരികളല്ലേ ഇവരുടെ ശരീരത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയാവുള്ളൂ. അല്ല, പത്രോസ് മീൻ പിടിക്കാൻ പോയിട്ട് മീൻ പിടിക്കാൻ പോകുന്നത് ഞാൻ ഏകദേശം ഒരു 11 വയസ്സായപ്പോഴാണ്. 11 വയസ്സുണ്ടായപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. ആണല്ലേ? ഈ ഇറങ്ങിക്കോരാനായിട്ട് വന്ന് കടലേറ്റ് ഇങ്ങനെ കടലേറ്റ് പരിഞ്ഞപ്പൻ അനുവദിച്ചങ്ങനെ തന്നു. കടലേറ്റൊക്കെ നടത്തി ചെറുതായിട്ടൊക്കെ അവർക്ക് വെള്ളം കുടിക്കാനൊക്കെ ഇങ്ങനെ കൊടുത്തു. പേര് ഗോപാലൻ. ഓക്കെ. മീൻ പിടിക്കാൻ പോകുന്നതാണ്. എത്രാമത്തെ വയസ്സിൽ തുടങ്ങി? ഞാൻ 13 വയസ്സ് മീൻ പിടിക്കാൻ പോയി. എത്ര? 13 വയസ്സ്. ഇത് അന്നൊക്കെ എല്ലാവരും 13 വയസ്സിലൊക്കെ മീൻ പിടിക്കാൻ പോകും ആണല്ലേ? അത് ശരി. എങ്ങനെയുണ്ട് കടൽ ജീവിതത്തെ കുറിച്ച്? എങ്ങനെയുണ്ട്? നല്ല ഓർമ്മകളുണ്ടോ? നല്ല ഓർമ്മ. ഒരു 27 മാറും വെള്ളം പറഞ്ഞ് അവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. വള്ളം മറിഞ്ഞിട്ടുണ്ടോ? ഓ, എന്നിട്ട് രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെട്ട്?
ഇതൊക്കെ ഒരു പ്ലാൻ, അന്നത്തെ ഒരു പ്ലാനിൽ ആ വഞ്ചി തന്നെ രക്ഷപ്പെട്ടു അവിടെ വന്നു. തന്നെ. ആണല്ലേ? വേറെ കേറി വെള്ളക്കാരും ഇല്ലായിരുന്നു. ആരുമില്ലായിരുന്നു. അങ്ങനെ ഒരു അനുമതി എനിക്കുണ്ട്. 27 മാറ് വെള്ളം. ആണല്ലേ? അത്ര അകലെ. ചൂണ്ടക്കാർ നമ്മുടെ നാടിനപ്പുറം തള്ളിക്കളഞ്ഞതിനുത്തരം ഏട്ടയാൻ തായത്തിൽ ചൂണ്ട നീട്ടി പറയണം. ചൂണ്ടക്കാരൊന്നായി തങ്ങളെ നീട്ടിക്കൊലപ്പെടുത്തിയ രക്തം പടപ്പെണ്ണു മാഞ്ഞില്ല. ഞങ്ങളിലൊന്നാണെന്നോർത്തു കാട്ടികളാക്കാൻ ശ്രമിക്കണ്ട.